If you are getting anything free, you are the commodity. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും പരസ്യവാഹകരായി പോകുന്നുണ്ട്. നമ്മളൊരു എന്താ പറയാ, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളൊരു വിൽപ്പനച്ചരക്കാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ. അതായത് നമ്മുടെ വീട്ടില് ചില സമയത്ത് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ ഇപ്പോഴും ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്, ഒരു കപ്പ്, ഒരു മഗ് എന്നൊക്കെ പറയില്ലേ, ചായക്കപ്പ് എന്നൊക്കെ പറയില്ലേ, അതില് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്ന ജ്വല്ലറി, ഇന്ന സ്ഥലത്ത്, അതിന്റെ ഫോൺ നമ്പർ. നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോ തന്നെ ഇങ്ങനെ വോളിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ, ഇന്ന ടെക്സ്റ്റൈൽസ്, ഇന്ന സ്ഥലത്ത്, അവരുടെ മോഡലിന്റെ പരസ്യം. അത് വെച്ചിട്ടാണ് നമ്മള് ഡേറ്റ് നോക്കുന്നത്. പിന്നെ നമ്മള് പുറത്തു പോകുമ്പോ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്ന എന്താ പറയാ ക്യാരി ബാഗ്, അത് ഇന്ന സ്ഥലത്ത്, ഇന്ന സ്ഥാപനം, ഇന്നത്. അതുപോലെ എവിടെ നോക്കിയാലും നമ്മള് ഇപ്പോ മണി പേഴ്സ്, അതുമ്പോഴും ഉണ്ടാവും ഒരു ജ്വല്ലറിയുടെ പരസ്യം, അതും കയ്യിൽ വെച്ചിട്ടാ. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആ ഷോപ്പിൽ നിന്ന് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തല്ലു പിടിച്ച് വാങ്ങിക്കും. അത് കിട്ടുന്നത് എന്തോ ഒരു ലക്ഷറി ഒക്കെ പോലെയായിരുന്നു. അതുപോലെ നമ്മൾ ടേബിളിൽ വെക്കുന്ന കലണ്ടർ, അങ്ങനെ ഫ്രീ ആയിട്ട് എവിടുന്ന് എന്ത് കിട്ടിയോ നമ്മളൊരു കോമഡിറ്റിയാണ്. ചില നമ്മൾ കാറൊക്കെ വാങ്ങുന്ന അത്യാവശ്യം സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങുന്നതാണ്. അതുമ്മിൽ എഴുതിയിട്ടുണ്ടാവും BRD മോട്ടോഴ്സ്, പോപ്പുലർ മോട്ടോഴ്സ് അതിന്റെ പുറകില്. അതുപോലെ ഹ്യുണ്ടായി, EVM മോട്ടോഴ്സ്, പോളോടെ പേര് പറഞ്ഞത് രാജശ്രീ ബെൻസ്, മലയാളം ബെൻസ്, കൈരളി ടയോട്ട, നിപ്പോൺ ടയോട്ട, അമാന ടയോട്ട, അങ്ങനെ AM മോട്ടോഴ്സ്. അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന കാറിന്റെ പുറകില് അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നൊരു കാര്യം, കേരളത്തിലുള്ള ഷോറൂമുകളൊക്കെ അത്യാവശ്യം കുറച്ചും കൂടെ മാന്യത കാണിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ പ്ലേറ്റിനെക്കാട്ടും വലിയ അഡ്വർടൈസിങ് ആയിരിക്കും. ശ്രീ അരുൾമുരുക തുണൈ മോട്ടോഴ്സ്, ഇന്ന സ്ഥലം, അതൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അവരത് ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടാവും. ഈ കാണുന്ന വീഡിയോയിൽ വരെ നിങ്ങൾ ഫ്രീ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ പരസ്യം ഉണ്ടാവും. നിങ്ങൾക്ക് പരസ്യം കാണണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തോ, പൈസ അടച്ചോ, കണ്ടോളൂ. അപ്പൊ ഇതാണ് സംഭവം. ഫ്രീ ആയിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ നറുക്കെടുപ്പ്, നമ്മളിപ്പോ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോയിട്ടുണ്ടെങ്കിൽ നറുക്കെടുപ്പ്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും വാങ്ങിയിട്ടൊരു കൂപ്പൺ. എന്താ കാര്യം? ഡാറ്റ, കൃത്യമായിട്ടുള്ള ഡാറ്റ. പിന്നെ അവരെ പ്രൊമോഷൻ, ഓരോ കമ്പനികളുടെ പ്രൊമോഷൻ, ഇതൊന്നും ആർക്കും അറിയാണ്ടല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ അറിയാണ്ട് നിന്നു കൊടുക്കും, അറിഞ്ഞിട്ടും നിന്നു കൊടുക്കും.